Hey yo, what's up everyone? It's your boy, Greg the Dub. I tried taking a first video, but it did not work out. But hey, the second one works. The second one works. The first one, I don't know, the immigration officers was like, no, nah, you can't take video, boy. Okay. That's okay, I understand. But you know what? We made it. We made it to the land of the spice. The spice. Look, what the, what? Look at that. I believe it's okay if I record from here. They're not gonna be like, yo, don't record. Look at this, guardians of cultural heritage. Okay. I just want to tell one more thing. Just so you know, I'm back, right? I'm back on the server, right? Server. So that means I can use my lingo, the lingo, to the holy language, Malayalam. Yes, I can switch my brain's LLM to Malayalam. Let's go. In 3, 2, 1. എല്ലാ സുഹൃത്തുക്കളെ, അങ്ങനെ ഇത് നിങ്ങളുടെ സ്വന്തം ഒടിവിരൽ. അതെ, നമ്മ തിരുവനന്തപുരത്തെത്തി. നമ്മൾ തിരുവനന്തപുരത്തെത്തി, പക്ഷേ വിളിക്കേണ്ടവർ തിരുവനന്തപുരത്ത് എത്തിയിട്ടില്ല. അപ്പം ഒന്നും നോക്കാനില്ല, വെയിറ്റ് ചെയ്യാന്നോ? വെയിറ്റ് ചെയ്യല്ല, മലയാളം വാക്ക് എന്താണ്? വെയിറ്റ് ചെയ്യടാ. നിൽക്കുക, കാത്തിരുന്ന് എത്തുന്നത് വരെ കാത്തിരിക്കുക. ഇവിടെ കുറേ കാത്തിരിക്കാൻ സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഇവിടെ എവിടെയെങ്കിലും കാത്തിരിക്കാനായിട്ട് നിൽക്കാം. എന്തല്ലേ? അതാണ് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട്. ബാക്കി കാണാനാണ്. ശുഭദിനം. ഇത് നിങ്ങളുടെ സ്വന്തം ഒടിവിരൽ. നമ്മ ഇവിടെ എത്തിയിരിക്കാൻ കേട്ടാ. എവിടെയാണെന്നറിയോ? തൃശ്ശൂർ. അപ്പൊ നമ്മ ആദ്യത്തെ സ്ഥലം, കേരളത്തിൽ എത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ഥലം തൃശ്ശൂറാണ്. അല്ലല്ല, നീ തിരുവനന്തപുരത്ത് നിന്നല്ലേ? നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ. പക്ഷേ നമ്മളിപ്പോൾ ആദ്യം തൃശ്ശൂർ ഒന്ന് കാണിക്കാം. ഏത് തൃശ്ശൂർ ആദ്യം കാണിക്കാം. എന്നിട്ട് മതി തലസ്ഥാനം. ഏത് തിരുവനന്തപുരം നമുക്ക് പിന്നെ കാണാം. ആദ്യം തൃശ്ശൂർ കാണാം. അത്യാവശ്യം വൈബാണ്. ഞാൻ കയ്യിലാണ് ക്യാമറ പിടിച്ചേക്കുന്നത്. അതുകൊണ്ട് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാവും. സഹിക്കുക അത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ പറയുന്നത്, ഇത് ആദ്യമായിട്ടാണ് ഞാൻ തൃശ്ശൂർ കാണുന്നത്. ഞാൻ ഇതിനു മുമ്പ് തൃശ്ശൂർ കണ്ടിട്ടില്ല. ഇതെന്ന് പറയണത് ഇവിടെ തൃശ്ശൂർ പൂരം നടക്കണ സ്ഥലമാണ്. ഇതിനകത്താണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. ഞാൻ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്, പക്ഷേ 800 രൂപ എണ്ണി കൊടുക്കണം. നമ്മുടെ കയ്യിലാണെങ്കിൽ പൈസ. അപ്പോൾ ഒന്ന് കാണാം തൃശ്ശൂർ. എന്താ തൃശ്ശൂർ എന്ന് കാണാം. ക്യാമറ നെഞ്ചത്തേറ്റ നടക്കുക. എന്തായാലും ഒരു കാര്യം ആദ്യമേ തൃശ്ശൂരിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കാൽപാത നടയിടം. അതിൻ്റെ പേരെന്താ? ഒരു മിനിറ്റ്, ഇതിനെന്താ പറയണേ? ഞാൻ മറന്നുപോയി. ഇംഗ്ലീഷിൽ ഫുട്പാത്ത് എന്ന് പറയും. അതിൻ്റെ മലയാളം എന്താ? ഓ തിരക്കുണ്ട. സമയം 11:40 ഉച്ച സമയം. തിരക്കുണ്ടോയെന്ന് ചോദിച്ചാൽ ഇത് അത്യാവശ്യം തിരക്കുണ്ട്.
കാൽനടപ്പാത ഉള്ള പറയല്ല, തൃശ്ശൂരിൻ്റെ കാൽനടപ്പാത അടിപൊളി. ആരുമില്ല. എനിക്കാണെങ്കിൽ എൻ്റെ അറിവിലൊരു 4 പേർക്ക് ചേർന്ന് നിന്ന് പോകാനുള്ള സ്ഥലമുണ്ട്. അടിപൊളി. തൃശ്ശൂർ പൊളിച്ചിട്ടാ, സമ്മതിക്കണട്ടാ. ആ ഇനി എന്തുവാ, ഇനി കുറച്ച് നടക്കാനുണ്ട്. ഷോ ഇത് 1 വേ ആണ്. അത് എനിക്ക് കണ്ടിട്ട് മനസ്സിലായത് 1 വേ ആണ്. 1 വേ കുഴപ്പമില്ല. 1 വേക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ പാർക്ക് 1 മണിക്ക് ശേഷം കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പം എനിക്ക് കയറാൻ പറ്റില്ല. പേടിക്കണ്ട, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നതായിരിക്കും. അപ്പുറത്തെ സൈഡ് ഇതിലും വൈബാണ്. പിന്നല്ല, പാർക്ക് ചുമ്മാ തുറന്നിട്ടേക്കാണല്ലോ. ഒരു മണിക്ക് ശേഷം ഒരു തുറക്കത്തുള്ളൂ. അതെന്ത് പരിപാടി? അത് എവിടത്തെ ആ ഇതുണ്ടോ? ബിൽഡിങ്സ് കണ്ട. അടിപൊളി. അയ്യോ സോറി അമ്മച്ചി, ക്ഷമിക്കണം, എൻ്റെ പൈസ ഇല്ല. അല്ലേ ഞാൻ കൊടുത്തേ. പക്ഷെ പാവപ്പെട്ടവരെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. വളരെ മോശം സാഹചര്യം. എനിക്കറിയില്ല എന്താ പറയേണ്ടത്. ചിരിക്കല്ലാണ്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് സത്യം പറയാല്ല. നമുക്ക് ഒരു പിടുത്തമില്ലട്ടാ, നമുക്ക് അറിഞ്ഞൂടാട്ടാ. നിങ്ങക്ക് സ്വർണം വാങ്ങണോ അതോ? കല്യാൺ ജുവലേഴ്സ് സ്പോൺസർ. ഞാൻ നിങ്ങളുടെ സ്വർണ്ണ സ്പോൺസറിന്റെ മലയാളം എന്തുവാ? രക്ഷാധികാരി. അതെ, കല്യാൺ ജുവലേഴ്സ്. നിങ്ങൾ നമ്മുടെ ഒടിവിരളുടെ രക്ഷാധികാരിയാവാൻ താല്പര്യമുണ്ടോ? ഓ, ഒടിവിരൽ എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഒടിവിരളുടെ ചരിത്രം അറിയോ? ഒടിവിരൽ കണ്ടോ? ഒടിവിരൽ, അതാണ് ചരിത്രം. അത്രേ ഉള്ളൂ ചരിത്രം. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലാകത്ത്, നല്ല തിരക്കുള്ള സ്ഥലമാണ്. പക്ഷെ ഈ കാൽനടപ്പാതയിലൂടെ ഒറ്റ ആള് പോകണില്ല, ഞാൻ മാത്രം പോകണ്ട്. അത് വൈബാണ് കേട്ടോ. എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നത്, എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതും, ബസ് സ്റ്റോപ്പുകൾ അപ്പുറത്തെ സൈഡായതുകൊണ്ട് ആൾക്കാർ മിക്കതും അപ്പുറത്തെ ദിശയല്ല അപ്പുറത്തെ. ഷടാ, ഒരു വാക്ക് അറിഞ്ഞൂടെ മലയാളം? സൈഡിൻ്റെ മലയാളം അറിഞ്ഞൂടെ? ദിശയാണ്, ദിശ സൈഡാണ്. എന്തരായാലും കൊള്ളാം കേട്ടാ, തൃശ്ശൂർ കൊള്ളാം കേട്ടാ. ഓ, വേറൊരു വലിയ കാര്യം, വാസം. ഇടത്തെ വാസത്തിലാണ് മിക്ക ഞാൻ പറയാൻ വന്നത്, നമ്മുടെ ഈ ബസ്സുകളില്ലേ, നമ്മുടെ തലൈസ്ഥാനം എടുത്തു നോക്കുകയാണെങ്കിൽ മിക്ക ബസ്സുകളും ഗവൺമെൻറ് ബസ്സുകളാണ്, സർക്കാർ ബസ്സുകളാണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ മിക്കതും പ്രൈവറ്റ് ബസ്. അതായത് പ്രൈവറ്റിൻ്റെ മലയാളം എന്താ? ബസ് സ്റ്റോപ്പ് തന്നെയാണ് അല്ലേ? പ്രൈവറ്റ് ബസ് മലയാളം. ഓ, അതിന് ഭാഷയൊക്കെ കൈവിട്ട് പോണാ. അതെന്താ സംഭവം എനിക്ക് മനസ്സിലാവില്ല. തൃശ്ശൂർ ഗഡീസ് എന്താണ് നടക്കുന്നത്?
എന്തുകൊണ്ട് സ്വകാര്യ ബസ്, അതെ, എന്തുകൊണ്ട് സർക്കാർ ബസ്സുകൾ ഇവിടെ ഇല്ല? എൻ്റെ അറിവിൽ ഇവിടെ ഈ വീഡിയോ ആരും കാണുന്നില്ല. എന്നാലും ആരേലും ഏതേലും കാലത്ത് കാണുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഇത് എന്താണ് സംഭവം? എന്തുകൊണ്ടാണ് ഈ എല്ലാം പ്രൈവറ്റ്? ഇതാ അടുത്ത് വിനായക ഇതാ മമ്മൂട്ടിയെ കാണോ? മമ്മൂട്ടിയുണ്ട്. പിന്നെ നമുക്ക് മമ്മൂട്ടി ഇല്ലാണ്ട് പറ്റുമോ? പിന്നല്ല. എന്തായാലും കൊള്ളാം, ഇഷ്ടായി, നമുക്ക് പെരുത്ത് ഇഷ്ടായി. ശ്രീരാമവർമ്മ പാർക്ക് renovated by Thrissur Corporation. Let's go. എൻ്റെ വേറൊരു സംശയമാണ്, ഞാൻ പറയണമല്ലോ കേൾക്കാവോ? കാരണം എനിക്ക് ഒരു പിടുത്തമില്ല, ഞാൻ പറയുന്നതല്ലോ കേൾക്കാവോ? ഈ ചിത്രം എടുത്തു കഴിഞ്ഞ് എനിക്കറിയാം ഞാൻ പറയുന്നത് വ്യക്തമാണോ അല്ലേ എന്ന്. നമുക്ക് 2 അമ്പലങ്ങളുണ്ട്. ആദ്യത്തെ കാണിക്കാം. ആദ്യത്തെ അമ്പലം ദേവി ശരണം. ഇനി രണ്ടാമത്തെ കുറച്ചുകൂടെയൊക്കെ സീൻ അമ്പലമാണ്. പിന്നല്ല ഇതുണ്ട്, അത് വേറെ വൈബല്ലേ. ഇതാ നമ്മുടെ ഗോമാതാവും ഉണ്ട്. കേരള വൈബ്സ്. ഓ, അപ്പുറത്തെ റോഡ് ക്രോസ് ചെയ്യാം. എന്തിന് പറയണ്? ഈ സ്ഥലമില്ല, ഇത് കണ്ടോ? ഇങ്ങോട്ട് എനിക്ക് കയറാൻ പറ്റില്ല, കാരണം പൈസ കയറാൻ പറ്റും. ഞാൻ വീഡിയോ എടുക്കണമെങ്കിൽ പൈസ കൊടുക്കണം. എവിടുത്തെ നിയമം എന്നൊക്കെ ചോദിച്ചാൽ അത് ഇവിടുത്തെ നിയമമാണ്. സബ്വേ തൃശ്ശൂർ കോർപ്പറേഷൻ അടിപ്പാത എടുത്തു നോക്കാം. അടിപ്പാത എങ്ങനെയാണെന്ന് നോക്കാം. ബൈബല്ലേ? ഓ, പോലീസ് ഉണ്ടല്ലോ. വല്ലതും കാണോ? ആർത്തുണ്ട്. ലൈറ്റ് ഉണ്ട്. വേറെ പറഞ്ഞ പോലെ പിച്ചക്കാരൊന്നും ഇല്ല തറയിലും. അതോളാം. നമുക്ക് വലത്താട്ട് പോയി നോക്കാം. ഇനി ആൾക്കാരായിരിക്കും കേട്ടോ. കാരുണ്യ മെഡിക്കൽ ഫാർമസി, ബുക്സ്, ആഡ് സ്പേസ്. പാലക്കാട് പോകണമെങ്കിൽ ഇടത്തോട്ട് പോകണം. ഇടത്തോട്ട് പോയാൽ പാലക്കാട് പോകാം. ടാക്സി സ്റ്റാൻഡ്, ഇതാ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പോയോ? പിന്നല്ല, വിത്തുണ്ട്. വിത്ത് നമുക്ക് വാങ്ങാം. പിന്നല്ല, എന്തൊക്കെ വിത്താ? പച്ചക്കാന്താരി, വെള്ളക്കത്താരി, നാടൻ ചുവന്ന പയർ, എല്ലാ വിത്തുണ്ട്. 60 ഐറ്റം. എത്രയാണ്? ഏതെടുത്താലും 20 രൂപയുണ്ട്. 20 രൂപ. ഓക്കെ. ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കും. പിന്നല്ല, മച്ചാനോട് ഓക്കെ. ഏതൊക്കെ വിത്താണ്? 60 ഐറ്റം ഉണ്ട്. വെള്ളക്കാന്താരി, പച്ചക്കാന്താരി, പച്ചമുളക്, വഴുതനങ്ങ, തക്കാളി, അങ്ങനെ എല്ലാ ഐറ്റം 60 ഐറ്റം ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കും. പിന്നല്ല, 20 രൂപ. കണ്ടാ, തൃശ്ശൂർ 20 രൂപയ്ക്ക് എന്ത് വിത്തും കിട്ടും. അടിപൊളി. 60 ഐറ്റം. ഓക്കെ. എന്തായാലും ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്, അതുകൊണ്ട് സാധനം കൊണ്ടുവേണ്ടി വരും. അതെ, കണ്ടതിൽ സന്തോഷം. അതെ, അയ്യോ എൻ്റെ പൈസ ഇല്ല. വർക്കോ? ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ട് ഏകദേശം 3 വർഷമായി. എവിടെയാണപ്പോ? തിരുവനന്തപുരത്ത് നിന്നാണ്. അല്ല, അത് ശരി. ഇപ്പൊ എവിടെ എന്താ വർക്ക് എന്ന് ചോദിച്ചു? വർക്ക് ഓസ്ട്രിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓസ്ട്രിയ എന്താ വർക്ക്? ഓസ്ട്രിയയിൽ പഠിക്കാൻ പോയതാണ്. അതെ, എന്താ പഠിക്കുന്നത്? ബയോ കെമിസ്ട്രി. അത് പറഞ്ഞാൽ ബയോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോക്ടർ ഇല്ലേ, ഡോക്ടർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതുപോലെയൊക്കെ ഒരു ബന്ധമുള്ള ഒരു കോഴ്സ്. കഴിഞ്ഞ ഇനി 1.5 വർഷമുണ്ട്. ഇനി അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാൻ 3 വർഷമായി അവിടെ പോയിട്ട് 3 വർഷമായിട്ട് ഞാൻ വന്നിട്ടില്ല. ഓസ്ട്രേലിയ ഇനി വീണ്ടും പോകണം. ഇനി ഒരു 1.5 വർഷം കൂടെ പോകണം.
ഓക്കെ. ഇവിടെ ഞാൻ തൃശ്ശൂർ ആദ്യമായിട്ടാണ് കാണുന്നത്. ഉള്ളവർ നല്ല വൃത്തിയുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് പറഞ്ഞത്, പക്ഷേ ഞാൻ വിചാരിച്ചത് നല്ല വൃത്തിയുണ്ട്. തിരുവനന്തപുരം അവിടെ വീട്? തിരുവനന്തപുരം പേരൂർക്കട. പേരൂർക്കട. അപ്പോൾ കണ്ടൊരു സന്തോഷം. താങ്ക് യു വെരി മച്ച്. പിന്നല്ല ഹോസ്പിറ്റാലിറ്റി ഏതാ. പിന്നെ ഇനി അങ്ങോട്ടാ പറഞ്ഞ പോലെ കാരുണ്യ മെഡിസിൻ ഡീപോട്ട്. അയ്യോ പണിയാണല്ലോ, എനിക്ക് അപ്പുറത്താ പോകണ്ടേ. നമുക്ക് ക്രോസ് ചെയ്ത് നോക്കാം എത്ര ബുദ്ധിമുട്ടാണെന്ന്. ഓ സീബ്ര ക്രോസിംഗ് ഉള്ളപ്പോഴാണോ ഒന്ന് ഭയം? എന്തിന് ഭയം? ആർക്ക് ഭയം? എവിടെ ഭയം? സീബ്ര ക്രോസിംഗ് ഇല്ല. ഇത് അങ്ങോട്ട് നടക്കുക. ഏതാ വണ്ടി അതിനനുസരിച്ച് നിൽക്കും. ഇതാ ഇവിടെ ഒരു ചെറിയ റിപ്പയർ ഷോപ്പ്. വലിയൊരു ഫ്ലെക്സ് ഉണ്ടോ അവിടെ കൊണ്ടേക്ക്. എന്താണോ അത്? സ്കൂട്ടർ ശരിയാക്കുന്നുണ്ടോ? എറണാകുളം പോകണമെങ്കിൽ നേരെ പോവാം. സ്ട്രെയിറ്റ് വിട്ടാൽ മതി മച്ചാനെ. ഫോൺ അടിക്കാൻ പാടില്ല. ഓക്കെ, ഇടതേ സൈഡിൽ ആശുപത്രിയാണ്. എനിക്കിപ്പോൾ ആശുപത്രിയിലൊന്നും സൂം ചെയ്ത് ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ താല്പര്യമില്ല. ഇനി വലത്തോട്ടല്ലേ? വലത്തോട്ട് ഇരിയ. ഇവിടെ സീബ്ര ക്രോസിംഗ് പിന്നല്ല. അപ്പോൾ വേണമെന്ന് വിചാരിച്ചാൽ സിറ്റി ഫുള്ള് നമുക്ക് കറക്റ്റായിട്ട് നടക്കട്ടാ. പക്ഷെ എന്താണ് നടക്കട്ടാന്ന്? ബ്രോ ഇടിക്കല്ലേ. അത് മൈൻഡ് ചെയ്യട്ടാ. പിന്നല്ല ഇത് കണ്ടത് എന്ത് വൈബാണല്ലേ. പച്ചപ്പ്, കാടെന്ന് പറയാൻ പറ്റില്ല, പാർക്ക്, പച്ചപ്പ്. ഏതാ ഫോണിന്റെ കേസാണ്. മോതിരം. ഇതുപോലെ ചെറിയ ചെറിയ സ്റ്റാൻഡുകളുണ്ട് നമുക്ക്. സ്റ്റാൻഡ് അഥവാ കടകൾ. വീണ്ടും ചെറിയ കടകൾ. ഓ വെള്ളത്തുള്ളി. അതിന് വെള്ളത്തുള്ളി ഉണ്ടല്ലോ. എൻ്റെ പേടിയൊന്നുമല്ലത്, പക്ഷെ ഫോണ് കുറച്ച് സൂക്ഷിക്കുക. ഇതൊരു ചീപ്പ് ഫോണാണ്. എൻ്റെ സമ്പത്ത് പാതി ഇതിലാണ്. അതുകൊണ്ട് ദയവായി ഒരു മര്യാദയൊക്കെ കാണിക്കുക. ഫുട്പാത്ത് എന്ത് വലുതാണെന്നുണ്ടോ? എല്ലാവർക്കും കറക്റ്റായിട്ട് പോവാം. ഇങ്ങനെ ആയിരിക്കണം ഫുട്പാത്ത് എന്ന് പറയുന്നത്. നടപ്പാത. സീബ്ര ക്രോസിംഗ് ഇല്ല, എനിക്ക് ക്രോസ് ചെയ്യണമെന്നുണ്ട്. ഓക്കെ നമുക്ക് അവിടെ സാധനമുണ്ട് താഴെ പോയിട്ട്. അതിനെന്താ പറയണേ? താഴെ പോയിട്ട് അപ്പുറത്തോട്ട് എത്തണം. ഓക്കെ, ഇതത്ര അങ്ങോട്ട് റെഡിയല്ല. പലതരം കടകൾ. തുണി കടകൾ. അപ്പുറത്ത് വണ്ടി. ഇനി സുപ്രീം അമ്പലം കാണിക്കാം. സീന അമ്പലമാണ്. ഇവിടെയൊക്കെയാണ് തൃശ്ശൂർ മച്ചന്മാരാണ്. എനിക്കറിയാലോ എന്താണ് സംഭവം. സ്വർഗത്തിലോട്ടുള്ള വാതിൽ പോലെ ഉണ്ട്. ഇനി ഒരു ക്രോസും കൂടെ ചെയ്യണം. സീബ്ര ക്രോസിംഗ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ, സീബ്ര ക്രോസിംഗ് ഇല്ലേ. അത് പണിയാട്ടാ. സീബ്ര ക്രോസിംഗ് ഇല്ലെങ്കിൽ ക്രോസ് ചെയ്യാൻ പണിയാണ്. നമുക്ക് നോക്കാം. എൻ്റെ അറിവിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് പോയാൽ മതി. ഇല്ല, പേടിയാണ്. വൈകി ആൾക്കാരുണ്ടല്ലോ. എന്താ കൈ ഇങ്ങനെ വെക്കുക.
കൈവെക്കുക, പോകാം. പിന്നല്ല, ഇനി ഇടത്തെ സൈഡ് കൈവെക്കുക. ആ പിന്നല്ല, അത്രേ ഉള്ളൂ. മച്ചാൻ നിർത്തി തന്നു. ആ അതാ തൃശ്ശൂർ കോർപ്പറേഷൻ അടിപ്പാത എന്നാണ് ഇതിനെ പറയുന്നത്. അടുത്ത അടിപ്പാത എടുക്കുക, താട്ടുക. ഓ ഓ ഓ ഓ ഓ അയ്യോ, മാറ്റാക്കണ്ട. പാവം, എന്തൊക്കെ സാഹചര്യത്തിൽ പോണ ആൾക്കാരാണെന്ന് നമുക്കറിയില്ലല്ലോ. ആർട്ട് വർക്ക് ഉണ്ടോ? ഏതാ ഓ ഒന്നും പറഞ്ഞു. തൃശ്ശൂർ എന്തായാലും പൊളിച്ചിട്ടാ. തൃശ്ശൂർ പൊളിച്ച്. ഓം നമ ശിവായ. തൃശ്ശൂർ പൊളിച്ച്. ഓ ഈ ബിൽഡിംഗ് ഉണ്ടോ? ഒരു എന്താ പറയാ, ഒരു വൈബ് ബിൽഡിംഗ്. പഴയതാണ്, പക്ഷെ എന്താണെന്നറിയില്ല, ഒരു വൈബ് ഉണ്ട്. ഇടവഴിയാണോ? ഓ പിന്നെ അങ്ങോട്ടൊക്കെ എന്താ പറയാ, അങ്ങോട്ടൊക്കെ വൈബാണ്. ഞാൻ എന്തായാലും തൃശ്ശൂർ ഞാൻ പ്രതീക്ഷിച്ചേക്കാളും നൈസായിട്ടുണ്ട്. പേടിക്കണ്ട, നമ്മൾ ഇനി തിരുവനന്തപുരത്ത് പോണേ ഉള്ളൂ. പോണേ ഉള്ളൂ. തന്നെ മമ്മൂട്ടി എല്ലാം കയറിയിരിക്കണത് കൊള്ളാം കേട്ടോ. ഓ അതാ പ്ലാസ്റ്റിക് കുപ്പി ഇടാനായിട്ട് ഒരു ചവിട്ട് കുട്ട. അത് അതിൻ്റെ ഡിസൈൻ കണ്ട, പ്ലാസ്റ്റിക് കുപ്പിയിൽ. കൊള്ളാം. പിന്നെന്താണ്, ഇവിടെ എന്തോ പരിപാടി നടക്കണമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എനിക്ക് എത്താനുള്ള സ്ഥലമായിട്ടില്ല. കുറച്ചുകൂടെ നമ്മൾ നടക്കും. പറ്റാത്തൊരു എനിക്ക് പോവുക. ഇവിടെ കുറച്ച് ആൻറ്റിമാർ പുല്ല് പറിക്കുന്നുണ്ട്. എനിക്ക് സ്ഥലം ഇപ്പോഴായിട്ട്, കുറച്ചു മുമ്പ് വരെ മഴയുണ്ടായിരുന്നു, ഇപ്പോഴായിട്ട് മഴ വന്നേ. ഇതെന്തോ ഒരു പ്രാർത്ഥന ബന്ധപ്പെടുത്തി ഒരു സംഭവമാണ്. എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല, പക്ഷെ അത് പ്രാർത്ഥന ബന്ധപ്പെടുത്തിയ. ഓക്കെ. കൊച്ചിൻ ദേവസ്വം ബോർഡ് ശ്രീ വടക്കുനാഥൻ ക്ഷേത്ര മൈതാനം തെക്കേ പ്രദക്ഷിണ വഴി. ഓക്കെ, അതാണ് സംഭവം. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തിരുവനന്തപുരത്ത് മര്യാദയ്ക്കൊന്നും ഈ പറഞ്ഞ പോലെ കാൽനട സ്ഥലമൊന്നും ഇല്ല. ചിലപ്പോൾ സിറ്റിയിൽ കുറച്ചുണ്ടാവും, പക്ഷെ അത്രേ ഉള്ളൂ. നന്ദിലം ജി മാർട്ട്, പിന്നെ ടൈറ്റൻ. കേടായ ഫ്ലെക്സ് കേടായിപ്പോയി. അത് പറ്റിയുണ്ടോ? ഭാര്യ അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ.
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI ഉണ്ട്. ഓ അതെന്താ പടിക്കള ആന്തപ്പൻ സ്മാരകം. ഓ അതെന്തോ ഒരു വിശിഷ്ട വ്യക്തിയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ എന്തായാലും എത്തേണ്ട സ്ഥലം എത്തി. ഉള്ള പറയാലോ, തൃശ്ശൂർ പൊളിച്ചിട്ടാ, ഒരു രക്ഷയില്ലട്ടാ. എന്തിട്ടാ ഇത്? ഇട്ടാ പൊളിച്ചിട്ടാ. തൃശ്ശൂർ ആദ്യമായിട്ടാണ് കാണുന്നത്. ഉള്ള പറയാലോ, ഫസ്റ്റ് ഇംപ്രഷൻ പൊളിച്ചിട്ടാ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ആയിരിക്കണം. ഒരു അമ്പലം കൂടെ ഉണ്ട്, അതും കൂടെ കാണിച്ചിട്ട് ഇതാണ് ഫ്രണ്ട് എൻട്രൻസ്. ഓ സംഭവം ഉണ്ടോ സീൻ. പറഞ്ഞ പോലെ ഞാൻ ഇത് എടുത്തോന്ന് എനിക്കറിയില്ല. സ്വർഗത്തിലോട്ടുള്ള ഗേറ്റ് പോലെ ഉണ്ട്. സമാധാനം.